നേരം വെളുത്തപ്പോൾ എൻ്റെ വാട്സപ്പിൽ വന്നതാണ്. ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്ന് ഈ ഒരു ചെമ്മരിയാട്ടിൻകുട്ടിനെ ഈശോ എല്ലാ സിംഹങ്ങളുടെയും ചെന്നായ്ക്കളുടെയും കരടിക്കുകയും വാഴയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ആട്ടിൻകുട്ടീനെ രക്ഷിക്കുന്ന ഭാഗം കാണാൻ കഴിയുമെന്ന് വിചാരിക്കണം വീഡിയോയില്. അപ്പോൾ അതും ഏറ്റവും എനിക്ക് കാണുന്നത് അതും കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഒരായിരം നന്ദി. ഇങ്ങനെ പള്ളിയെടുത്ത് പോയിട്ട് ആ നിമിഷം പോയി പ്രാർത്ഥിച്ചതിന് എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ഞാൻ നന്ദി പറഞ്ഞു. ദൈവം ഈശോ തന്നെയാണ് എന്നെ സമാധാനിപ്പിക്കാൻ അതിരാവിലെ. ഇതിൻ്റെ പിറകിലെ ആരാണെന്ന് എനിക്കറിയാം, ഈ ഇത് വിട്ടത്. പക്ഷെ ഞാൻ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈശോയെ എൻ്റെ പിതാവായ ദൈവമേ, നീ തന്നെ എന്നെ സമാധാനിക്കാൻ ഉറക്കത്തിന് എഴുന്നേറ്റ വട്ടം തന്നെ ഇത് വിട്ടില്ലോ, ഈ ഫോട്ടോ വിട്ടില്ലോ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. കറക്റ്റ് ഒരല്പം വൈകിയിരുന്നെങ്കിലേ ഒരു 15 മിനിറ്റ് കൂടി വൈകി എങ്ങനെയെങ്കിലും അവർ എന്തെങ്കിലും പണം ഇതാക്കാനായിട്ടുള്ള കാര്യം ഞങ്ങളും പെട്ടുപോയാണ്. ലാസ്റ്റ് നിമിഷം തന്നെയാണ് അലക്സാണ്ടർ ജേക്കബിനെ പറയാനും ഈശോ അത് ഈ ഫോട്ടോയാണ് നേരം വെളുത്തപ്പോൾ വാട്സപ്പിൽ വന്ന ഫോട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തലേദിവസം കുറച്ച് നേരം കൂടി വൈകിങ്ങ അലക്സാണ്ടർ ജേക്കബിൻ്റെ പേര് പറയാൻ പറ്റിയതും അത് പറയാതെ വരികയാണ്. 1 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റും ഒക്കെ ക്ലീനായി, എല്ലാ കാര്യങ്ങളും ക്ലീനായി തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ. എന്തായാലും ഈ ഫോട്ടോ കണ്ടപ്പോൾ സർവശക്തനായ പിതാവായ ദൈവം തന്നെയാണ് ഈശോയെ എല്ലാ ചെമ്മരിയാട്ടിൻകുട്ടീനെ രക്ഷിച്ച പോലെ ഈശോ ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്ന് ഈ ഭവനത്തെയും എന്നെയും വരീസെണ്ണയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. നേരം വെളുത്തപ്പോഴാണ് ഈ ഫോട്ടോ വാട്സപ്പിൽ വരുന്നത്. ഇത് കണ്ടിട്ടാണ് ഞാൻ 6 മണിയുടെ കുർബാനയ്ക്ക് തന്നെ പോയത് രാവിലെ. തലേ ദിവസത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അതിരാവിലെ. ഈ ഫോട്ടോ ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഒരു വൈദികൻ തന്നെയാണ് എന്നെ സമാധാനിപ്പിക്കാനും. ഇതിലൂടെ ഞാൻ ചേട്ടനെയും സമാധാനിപ്പിച്ചു. എല്ലാത്തിനും ദൈവത്തിനും എൻ്റെ അങ്കിളിനെ പോലെ കണ്ട വൈദികനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വൈദികനോടും 1000 നന്ദി. ഓക്കെ.